അപ്പം വെൽക്കം ടു ടേൽസ് ഓഫ് ഇഷ. അപ്പം ഞാനിപ്പം വീഡിയോസൊക്കെ കുറച്ച് ഗ്യാപ്പിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന സ്റ്റോറിയിൽ റിയാലിറ്റിയൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ പെടപെടാന്ന് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇടാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ വ്യക്തമായ കാരണങ്ങളും തെളിവുകളും ഒക്കെ കണ്ടെത്തിയ ശേഷം മാത്രമേ നമുക്കിതുപോലത്തെ സ്റ്റോറികൾ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഒരു ടൈം എടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് സംഭവിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനിത് പറയുമ്പോൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിത് നോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായി എടുക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. പലരും ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതെ അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ നടക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ വന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോളുടെ ലൈഫിൽ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അത് എനിക്ക് വളരെ ആകസ്മികമായി തോന്നിയ ഒരു കാര്യമാണ്. അവളും, ഞാൻ പറഞ്ഞില്ലേ, എന്നെപ്പോലെ തന്നെ അവൾക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ, എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്, നമ്മളുടെ ദേഹത്ത് പെട്ടെന്ന് ആരോ മാന്തിയ പോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം പുള്ളിക്കാരി എന്നെ ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് പക്ഷേ വളരെ ശക്തമായ രീതിയിൽ മാന്തിയിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ പാട് അപ്രത്യക്ഷമായി പോകുന്നു. പക്ഷേ അത് മാന്തുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ പെയിനോ ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇത് പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷമായി പോകുന്നു. ഈ ഒരു പ്രോസസ്സിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ അവളുടെ ദേഹത്ത് ഒരു ദിവസം ഇങ്ങനെ അത്രയും ഷാർപ്പായിട്ട് വര വീഴത്തക്ക രീതിയിൽ മാന്തിയപ്പോൾ അവൾക്ക് നല്ലപോലെ പെയിൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മാന്തിയപ്പോൾ അവൾക്ക് പെയിൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾക്കത് പെയിൻ തോന്നുന്നില്ല. പക്ഷേ അതായത് അങ്ങനെയുള്ള മാന്തുന്ന പാടുകൾ നമ്മുടെ ദേഹത്ത് വരുവാണെങ്കിൽ ഒരു 2 days 3 days ഒക്കെ കഴിയുമ്പോഴത്തേക്കും മാത്രമേ അത് പോകത്തുള്ളൂ. പക്ഷേ ഇത് അതായത് ഒരു 1 hour പോലും നിൽക്കില്ല. പിറ്റേ ദിവസം എണീക്കുമ്പം ഈ പാടുകളൊന്നും ദേഹത്തില്ല. അത് വളരെ, എനിക്ക് ആദ്യമൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് അവൾ പറയുമ്പോൾ അത് ചുമ്മാ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും ഇങ്ങനെ അവളുടെ ദേഹത്ത് ഇങ്ങനത്തെ നല്ല പോലെ മാന്തുന്ന പോലത്തെ പാടുകൾ. പക്ഷേ അവൾക്ക് അത് പാട് കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ടൊരു ഉപദ്രവം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത്, പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും മാടൻ മാന്തിയതാന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ മാടൻ മാന്തിയത് പറയുമ്പോൾ ഇത് പണ്ടൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്, ആൾക്കാരുടെ ദേഹത്ത് ഇങ്ങനെ പാടുകൾ വീഴാറുണ്ടെന്നൊക്കെ എൻ്റെ അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല, അവൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ക്രീപ്പി സൗണ്ട്സ്, അതായത് വളരെ വിചിത്രം ചില സമയങ്ങളിൽ ഇങ്ങനെ മർമറിങ് സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് ഈ ഒരു സംഭവം ബോഡിയിൽ പ്രത്യക്ഷപ്പെട്ട ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ആരോ ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലത്തെയുള്ള ഫീലിങ്സ് ഇങ്ങനെ കേൾക്കുന്ന പോലെ പുള്ളിക്കാരിക്ക് തോന്നാറ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിരിക്കും. പക്ഷേ അവൾ വളരെ സീരിയസ് ആയിട്ടാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മളിപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ അവരിതൊരിക്കലും കുട്ടിയുടെ തോന്നലാണ്, അല്ലെങ്കിൽ കുട്ടിക്കുണ്ടാകുന്ന ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന മൂവീസൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാകുന്ന തോട്ട്സ് ആണെന്നൊക്കെ, ചിന്തകളാണെന്നൊക്കെ അവർ പറയും. അവരൊരിക്കലും ഇതൊന്നും സമ്മതിച്ച് തരില്ല. ഡോക്ടേഴ്സ് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരം കാര്യങ്ങൾ നോർമലായിട്ട് എടുക്കാറില്ല. അവർ പറയും അത് നമ്മുടെ ബോധ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ്, അല്ലെങ്കിൽ കുട്ടി തന്നെ ഇങ്ങനെ മാന്തുന്നതാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല സംഭവിച്ചത്. ഞാൻ പലപ്പോഴും അവളെ ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ മാന്തുന്നോ എടുക്കുന്നോ ഒന്നുമില്ല. അവൾ പിന്നീട് അവൾ ഈ പാട് വരുന്നത് അത് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് മാന്തുമ്പോൾ നമുക്ക് വേദന എടുക്കും. പക്ഷേ അവൾക്ക് പെയിനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല, അവൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ അതുമായിട്ട് ഏകദേശം യോജിച്ച് പോയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് യോജിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. സംഭവം എന്തായാലും എന്നെ ഈ മാന്തുന്ന പ്രേതം എന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല. ഉപദ്രവിക്കാൻ വന്നിട്ടുള്ളതാണെങ്കിൽ എന്നെ അത് വേദനിപ്പിക്കും. പക്ഷേ എന്നെ ഇത് വേദനിപ്പിക്കുന്നൊന്നുമില്ല. എന്തോ ഒരു സൈൻ ആയിട്ട്, എന്തോ ഒരു അതിൻ്റെ വരവ്, അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു സൈനായിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തോ പറയാനുണ്ടായിരിക്കും ചിലപ്പോൾ. എൻ്റെ ചിന്തയായി പറയുന്നത്, എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയവിനിമയം നടത്താനോ ആരെങ്കിലും ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ അവൾ ഓക്കെയാണ്. എനിക്കാദ്യം ചെറിയൊരു പേടി തോന്നി. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി പൂജ നടത്താനോ അല്ലെങ്കിൽ ഇത് നോക്കാനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല, ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് അവൾക്കൊരു ഉപദ്രവവും ഇല്ല, അത് അവളെ ഉപദ്രവിക്കുന്നില്ല, അവളെ അത് വേദനിപ്പിക്കുന്നില്ല, അവളെ യാതൊരു വിധത്തിൽ ഭയപ്പെടുത്തുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അതിനെ പ്രതിരോധിച്ചാൽ പോരെ. അല്ലാത്ത പക്ഷം അതിനെന്തെങ്കിലും ഒരു മെസ്സേജ് നൽകാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒക്കെ ആയിരിക്കും അത് ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തി കൊടുക്കാം, അല്ലേ? അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്ത് കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ നടക്കുമോ?
പക്ഷേ നടക്കും. എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്, അത് എനിക്ക് വ്യക്തമായ രീതിയിൽ അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് അനുഭവം, അതായത് എനിക്ക് അത്രയും കാര്യങ്ങൾ യാതൊരു വ്യക്തതയില്ലാത്ത പക്ഷം ഞാൻ ഇത്തരം കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യത്തില്ല ഒരിക്കലും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവളോട് ഇത് വ്യക്തമായി ചോദിച്ചപ്പം അവൾ എന്നോട് കാര്യങ്ങൾ ആദ്യം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. കാരണം കുട്ടികളല്ലേ, നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കും, അവരുടെ ഉപബോധ മനസ്സിലൂടെ അവരത് കൂടെ ചിന്തിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഇങ്ങനെ ഈ പാട് വീഴുന്ന കണ്ടപ്പോൾ എനിക്കത് ഇച്ചിരി സീരിയസ് ആയിട്ട് തോന്നി. നമ്മൾ നോർമലി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുമ്പോഴത്തേക്കും നമ്മൾ ചരട് ജപിച്ച് കിട്ടും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, അല്ല അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതിലെനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഇതാരും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. വീട്ടിലൊക്കെ പറഞ്ഞപ്പം അമ്മ ഇങ്ങനെ ചുമ്മാ ഒരു നാടൻ പഴമൊഴി പറയുന്ന പോലെ മാടൻ മാന്തിയതാണ്. പണ്ട് മാടൻ മാന്താറുണ്ട്, എൻ്റെ കൊച്ചിലെ എൻ്റെ ദേഹത്ത് ഇങ്ങനെയൊക്കെ പാടി വീഴാറുണ്ട്. അപ്പോൾ മാടൻ മാന്തിയതായിരിക്കാം, അത്ര വലിയ കാര്യമാക്കണ്ട. അപ്പോൾ ഈ മാടന്മാരും ചാത്തന്മാരും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യമല്ലേ? അതല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം വന്നത്. അപ്പം നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്, ഈ ഭൂമിയിലുണ്ട്. നമ്മൾ കാണാത്ത കാര്യങ്ങളുണ്ട്, കേൾക്കാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഈ വിശ്വസിക്കാത്ത കുറേ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് തലയ്ക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ടായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കാത്തവർക്ക് നമ്മളിപ്പം കണ്ണടച്ചിരുട്ടാക്കുമെന്ന് പറയത്തില്ലേ, ചുറ്റും വെളിച്ചമാണ്, പക്ഷേ നമുക്ക് ഇരുട്ടാണെന്ന് നമ്മൾ സ്വയം വിചാരിക്കണമെങ്കിൽ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാകും എന്നൊരവസ്ഥയിലാണ് മിക്ക മനുഷ്യന്മാരും. അങ്ങനെയൊന്നും ഇല്ല, അതിലൊന്നും വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇനി എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കോ എനിക്കൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.